ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഗൈസ്. എന്തെന്നറിയാമോ, എനിക്ക് ചെമ്മീൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ. പക്ഷേ സീ ഫുഡ് അലർജി ആയിട്ടുള്ള ഒരുപാട് പേരോടൊന്നും എനിക്കറിയാം. നിങ്ങളൊട്ടും വിഷമിക്കേണ്ട. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് എന്ത് ഇഷ്ടമുള്ള സാധനം വെച്ചിട്ടും ബിരിയാണി ഉണ്ടാക്കാം. ഞാൻ ഗ്യാരണ്ടി നല്ല അടിപൊളി ബിരിയാണി ആയിരിക്കും. അപ്പോൾ വേഗം ഉണ്ടാക്കിയാലോ. ആദ്യം സവാള ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. എന്നിട്ട് ആ ഓയിൽ എടുക്കുക, ഒരു ഇത്തിരി നെയ്യ് കൂടെ ചേർത്ത് തക്കാളിയും സവാളയും ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് അതിനകത്തോട്ട് ഫ്രൈ ചെയ്ത് നമ്മുടെ സവാളയില്ലേ അത് ചേർത്ത് കൊടുക്കുക, ഒന്ന് ഇളക്കുക. എന്നിട്ട് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തൊന്ന് വഴറ്റണം കേട്ടോ. എന്നിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തങ്ങ് വെക്കുക. മസാല റെഡിയായി. ഇനി ഒരു പാത്രത്തിൽ സ്പൈസസും കുറച്ച് നെയ്യും ഇട്ട് ആ അരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം അങ്ങനെയാണ്. എന്നിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ മേളത്തെ വെള്ളം വെച്ചുമല്ലോ അതുവരെ കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ മസാലയിലോട്ട് ചെമ്മീൻ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കുക. ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ, പാകത്തിന് ഉപ്പും. എന്നിട്ട് അതിനകത്തോട്ട് നല്ല ഇത്തിരി പുളിയുള്ള കട്ടത്തൈരും മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ നിരത്തി വെക്കുക. നേരത്തെ നമ്മൾ വേവിച്ച അരിയില്ല, അതൊരു 3/4 വെന്തിട്ടേ ഉള്ളൂ, അത് നിരത്തി കൊടുക്കുക. എന്താ പറയുക, അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത സവാളയും കുറച്ച് മല്ലിയിലയും പുതിനയിലയും മേലിട്ട് ഒരു 15-20 മിനിറ്റ് ദം ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണി റെഡി. പിന്നെ ചിക്കനിലും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മെത്തേഡൊക്കെ സെയിം ആണ്. പല രീതിയിലും ബിരിയാണി ഉണ്ടാക്കാം. അതിൽ ഒരു രീതി ഇപ്പം ഞാൻ കാണിച്ചത്. ഇനി വേറെ രീതിയിലൊക്കെ ഞാൻ ബിരിയാണി ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയണേ.